ഇന്ന് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾ, മൃഗശാലയിൽ കാണുന്ന സിംഹം, കടുവ ഇവയെല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ടതാണെന്ന് നമുക്കറിയാം. ഏകദേശം 25 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ എല്ലാം സ്ഥാപകനായത് ഒരു പൊതുവായ മുതുമുത്തശ്ശനായിരുന്നു. ഹോമോസാപ്പിയൻസ് അഥവാ നമ്മൾ മനുഷ്യർ, നമ്മൾക്കും ഒരു വലിയ കുടുംബം ഉണ്ടായിരുന്നു. ആൾക്കുരങ്ങന്മാരുടെ കോലാഹലഭരിതമായ ഒരു വലിയ കുടുംബം. ഇന്ന് ജീവിച്ചിരിക്കുന്ന മൃഗങ്ങളിൽ മനുഷ്യന് ഏറ്റവും അടുത്ത ബന്ധമുള്ള ജീവികളാണ് ആൾക്കുരങ്ങ്, ചിമ്പാൻസി, ഒറാങ്ങുട്ടാൻ. അതിൽ ചിമ്പാൻസിയാണ് ഏറ്റവും ഉറ്റ ബന്ധു. കേവലം 6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺ ആൾക്കുരങ്ങിന് 2 പെൺമക്കളുണ്ടായി. അതിൽ ഒരാൾ ചിമ്പാൻസികളുടെ മുതുമുത്തശ്ശിയായി, രണ്ടാമത്തെയാൾ നമ്മുടെ സ്വന്തം മുതുമുത്തശ്ശി. കേവലം 2.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് കിഴക്കൻ ആഫ്രിക്കയിലെ തെക്കൻ ആൾക്കുരങ്ങ് എന്ന് അർത്ഥം വരുന്ന ആസ്ട്രലോപിത്തേക്കസ് എന്ന വംശത്തിൽ നിന്നും മനുഷ്യവർഗം ഉരുത്തിരിഞ്ഞു വന്നത്. ഈ ആദിമ മനുഷ്യരിൽ നിന്നും കുറച്ച് സ്ത്രീ പുരുഷന്മാർ ഏകദേശം 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജന്മനാട് വിട്ട് വടക്കൻ ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നീ ഭാഗങ്ങളിലേക്ക് കുടിയേറി. മഞ്ഞു നിറഞ്ഞ വടക്കൻ യൂറോപ്പിലെ വനങ്ങളിൽ അതിജീവിക്കുന്നതിനായി മനുഷ്യർക്ക് വേറിട്ട ശീലങ്ങളും കഴിവുകളും വേണ്ടി വന്നു. മനുഷ്യൻ വ്യത്യസ്തമായ ദിശകളിലേക്ക് കുടിയേറുവാനും അനുരൂപപ്പെടാനും ഇതെല്ലാം കാരണമായി. കിഴക്കനേഷ്യയിൽ താമസം ഉറപ്പിച്ചവർ ഹോമോ ഇറക്ടസ് അഥവാ നിവർന്ന മനുഷ്യർ എന്നറിയപ്പെട്ടു. ഹോമോ ഇറക്ടസ് എന്ന വർഗം അവിടെ ഏകദേശം 2 ദശലക്ഷത്തോളം വർഷം ജീവിച്ചു. ഹോമോ സാപ്പിയൻസ് ആയ നമ്മൾ ഇനിയും ഒരു 1000 അല്ലെങ്കിൽ 10,000 വർഷത്തോളം ഭൂമിയിൽ തുടരും എന്നതിന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 2 ദശലക്ഷം വർഷം ജീവിച്ചിരുന്ന ഹോമോ ഇറക്ടസിനോട് കിടപിടിക്കുവാൻ ഹോമോ സാപ്പിയൻസിന് കഴിയില്ല എന്ന് തന്നെ കരുതാം.